ഹലോ മക്കളെ, അരുണിമ മിസ്സാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഏപ്രിൽ മാസമൊക്കെ കഴിഞ്ഞു. നമ്മളിതാ മെയ് മാസത്തിലേക്ക് എത്തി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് സ്കൂൾ തുറക്കും അല്ലേ? സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ആദ്യം തന്നെ പുതിയ ബുക്കൊക്കെ വന്നോ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഈ ബുക്കല്ലല്ലോ ഞാൻ ഇത്ര നേരം കണ്ടത് എന്ന് അല്ലേ? കാരണം എന്താ, നമ്മുടെ ബുക്ക് ഇപ്രാവശ്യം മാറിയിട്ടുണ്ട്. അപ്പോൾ ബുക്ക് മാറുമ്പോൾ കുറേ ആളുകൾ വിചാരിക്കും ഇനി പുതിയ കഥ പഠിക്കാം, പുതിയ കവിത പഠിക്കാം, എല്ലാം പുതുതായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് സന്തോഷിക്കുന്നുണ്ടാവും. അതൊക്കെ ശരി തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ പരീക്ഷയൊക്കെ എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗമാണ് ഞാനിനി കൂടുതൽ പഠിക്കേണ്ടതെന്ന്. കാരണം നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് എന്താ, ടീച്ചർമാരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ, കഴിഞ്ഞ വർഷം ഈ ഒരു ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്, ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അപ്പോൾ പുതിയൊരു ചാപ്റ്റർ ആവുമ്പോൾ നമുക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവില്ലേ? അപ്പം നമ്മൾ എങ്ങനെ പഠിക്കും? അവിടെയാണ് കേട്ടോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നമ്മുടെ സൈലത്തിലെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരികയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങളുടെ പാരൻസിനും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, പുതിയ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ മക്കളെ ഇനി LSS എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യിക്കും എന്നുള്ളത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് കൂടെ നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ പാരൻസിന് വലിയൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, കാരണം അവർ ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ആണ് LSS എക്സാം. LSS എക്സാം ഭയങ്കരമായിട്ട് ചാപ്റ്റർ വൈസ് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു എക്സാം കൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് മക്കളെ ട്രെയിൻ ചെയ്യിക്കുക എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സൊല്യൂഷനാണ് സൈലത്തിൻ്റെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. LSS എക്സാമിനും അതേപോലെ തന്നെ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ആനുവൽ എക്സാമിനും ഒക്കെ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യിക്കാൻ നമുക്ക് ഈ ഒരു ആപ്പ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം സൈലത്തിനോടൊപ്പം. ബൈ.